അറബ് മലബാർ ബന്ധം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ഇരു പ്രദേശങ്ങളും തമ്മിലുള്ള ഗതാഗത സൗകര്യമായിരുന്നു ഈ ബന്ധത്തിന് കാരണം. കേരളത്തിൽ നിന്നും ബംഗാളിലെത്താൻ 1 വർഷത്തെ ദൈർഘ്യമുണ്ടായിരുന്ന കാലത്ത് കേരളവും അറബ് നാടുകളും തമ്മിൽ 40 ദിവസത്തെ കടൽ വഴി ദൂരം മാത്രമാണ് ഉണ്ടായിരുന്നത്. സാമൂതിരിയും നായർപ്പടയും കുഞ്ഞാലിമരക്കാരും തോളോട് തോൾ ചേർന്ന് നിന്ന് പോർച്ചുഗീസ് വിരുദ്ധ പോരാട്ടങ്ങൾ കേരളത്തിന്റെ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൽ ആവേശം പകർന്ന അധ്യായങ്ങളുടെ തുടക്കമായിരുന്നു. അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെ നായകൻ കുഞ്ഞാലിമരക്കാരുടെ ചരിത്രമാണ് കടത്തനാട് ചാനൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. വടകര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കടത്തനാട് ചാനൽ നമ്മുടെ പ്രദേശത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ, പ്രത്യേകിച്ച് ചരിത്രപരമായ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിലും അത് പ്രചരിപ്പിക്കുന്നതിലും സുപ്രധാനമായ പങ്ക് വഹിക്കുന്നു എന്ന് കാണുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ജനങ്ങൾ പലപ്പോഴും അറിയാതെ പോകുന്ന പല സംഭവവികാസങ്ങളും പല ചരിത്രമായ വസ്തുക്കളും അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയും ജനങ്ങളെ ഇന്ന് അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ സമൂഹത്തിൽ അത് വളരെ അനിവാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ കുഞ്ഞാലിമാരെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനം പ്രൊഫസർ ഒ കെ നമ്പ്യാർ എഴുതിയ കുഞ്ഞാലീസ് അഡ്മിറൽസ് ഓഫ് കാലിക്കറ്റ് എന്നുള്ള ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം വന്നതിന് ശേഷവും അത് വിവർത്തനം ചെയ്തതിന് ശേഷവുമാണ് കുഞ്ഞാലിമാരെക്കുറിച്ച്, അവരുടെ ചെറുത്തുനിൽപ്പുകളെക്കുറിച്ച്, അവരുടെ വിമോചന പോരാട്ടങ്ങളെക്കുറിച്ച് നമ്മുടെ ചരിത്ര വിദ്യാർത്ഥികൾ ഗഹനമായി മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഒ കെ നമ്പ്യാർ മാത്രമല്ല, ഈ ഗ്രന്ഥം മാത്രമല്ല, അദ്ദേഹം എഴുതിയ പോർച്ചുഗീസ് കടൽ കൊള്ളക്കാരും ഇന്ത്യൻ നാവികരും എന്നുള്ള ഗ്രന്ഥം, പോർച്ചുഗീസ് പൈറേറ്റ്സ് ആൻഡ് ഇന്ത്യൻ സീമൻ എന്നുള്ള മറ്റൊരു ഗ്രന്ഥം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പോർച്ചുഗീസുകാർ നടത്തിയ പരാക്രമങ്ങൾ, ആക്രമണങ്ങൾ, അഭിനിവേശങ്ങൾ, കൊള്ളകൾ എല്ലാം പൂർണ്ണമായും പ്രതിപാദിക്കുന്നുണ്ട് ഈ ഗ്രന്ഥം. അതേപോലെ കേരളത്തിലെ ആദ്യകാല ചരിത്രകാരനെന്ന് കണക്കാക്കപ്പെടുന്ന സർദാർ കെ എം പണിക്കർ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലും കുഞ്ഞാലിമാരെക്കുറിച്ച് വളരെയധികം ശ്ലാഘനീയമായി പ്രതിപാദിച്ചിട്ടുണ്ട്. സാമൂതിരി എങ്ങനെയാണ് കുഞ്ഞാലി നാലാമനെ അവസാനമായി വശീകരിച്ച് പോർച്ചുഗീസുകാർക്ക് ഒറ്റിക്കൊടുത്തത് എന്ന കാര്യം പോലും സർദാർ കെ എം പണിക്കരുടെ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ഞാലിയെ എങ്ങനെ പരാജയപ്പെടുത്തി പോർച്ചുഗീസുകാരുടെ കൈകളിൽ ഏൽപ്പിച്ചു എന്ന കാര്യം അദ്ദേഹം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് തന്നെ ഇത് സാമൂതിരിയുടെ പ്രശസ്തമായ കുടുംബത്തിൻ്റെ പേരിനേറ്റ ഒരു കളങ്കമാണ് കുഞ്ഞാലിയോട് ചെയ്ത ഈ കൊടും ക്രൂരത എന്ന് സർദാർ കെ എം പണിക്കർ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. 1540 സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ നടന്ന ഉടമ്പടി പ്രകാരം കോഴിക്കോട് വാണിജ്യത്തിനുള്ള ഒരുപാട് സാധ്യതകൾ പോർച്ചുഗീസുകാർക്ക് തുറന്നു കൊടുക്കുകയുണ്ടായി. ഇതൊരു പക്ഷേ കുഞ്ഞാലിയെ സാമൂതിരിയിൽ നിന്ന് അകറ്റാനുള്ള ഒരു പ്രധാന കാരണമായിരുന്നു. അതോടൊപ്പം തന്നെ സാമൂതിരിയുടെ ആശ്രിതനും സാമന്തനുമായിരുന്ന വെട്ടത്ത് രാജാവ്, താനൂർ സ്വരൂപത്തിൽ വെട്ടത്ത് രാജാവ് ചാലിയത്ത് പോർച്ചുഗീസുകാർക്ക് ഒരു കോട്ട പണിയാനുള്ള അനുവാദവും കൊടുക്കുകയുണ്ടായി. ഇതൊരു പക്ഷേ പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട് തീരത്തിനടുത്ത് തന്നെ ഒരു വലിയ സങ്കേതം ഉറപ്പിക്കാനും അങ്ങനെ മുസ്ലിങ്ങളെ
വേട്ടയാടാനുള്ള ഒരവസരം ഉണ്ടായി എന്ന് മാത്രമല്ല, കിഴക്ക് ദേശത്ത് നിന്ന് വന്നിരുന്ന എല്ലാ വസ്തുക്കളുടെയും കച്ചവട സാധ്യതകൾ മുസ്ലിങ്ങൾക്ക് ഇല്ലാതാവുകയും ഇത് എല്ലാം തന്നെ പോർച്ചുഗീസുകാർ കൈയടക്കുകയും ചെയ്തു. പിന്നീട് 1571 ചാലിയം കോട്ടയുടെ പതനത്തോടു കൂടിയാണ് മുസ്ലിങ്ങൾക്ക് കോഴിക്കോട് വീണ്ടും പ്രാധാന്യം കിട്ടിയത്. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളും അതിക്രമണങ്ങളും എന്തുമാത്രമുണ്ട് എന്നുള്ള കാര്യം അന്നത്തെ പണ്ഡിതനും ചരിത്രകാരനുമായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അവരുടെ ഗ്രന്ഥം തുഹഫത്തുൽ മുജാഹിദീൻ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ ഷെയ്ഖ് സൈനുദ്ദീൻ ഒന്നാമനും പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരായി തഹ്രീർ എന്നുള്ളൊരു ഗ്രന്ഥം രചിക്കുകയുണ്ടായി. അങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ, ഒരുപക്ഷെ ചെറുത്തുനിൽപ്പിൻ്റെ മാനിഫെസ്റ്റോകൾ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഗ്രന്ഥങ്ങൾ ഇക്കാലത്ത് മലബാറിൽ എമ്പാടും പ്രചരിക്കുകയും എഴുതപ്പെടുകയും ചെയ്തു. അതിലൊന്നാണ് 1571 കോട്ടയുടെ പതനത്തിനെ സംബന്ധിച്ച് കോഴിക്കോട്ടെ ഖാസിയായ മുഹമ്മദ് ഖാസി എഴുതപ്പെട്ട ഫതുഹിൽ മുബീൻ എന്നുള്ള ഗ്രന്ഥം. ഇങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങളും അതേപോലെ തന്നെ ചരിത്രരേഖകളും മുസ്ലിങ്ങളുടെ ചരിത്രനിൽപ്പിനെ കുറിച്ച് നമ്മുടെ മുമ്പിലുണ്ട്. വാസ്കോഡി ഗാമയും കൂട്ടരും മുസ്ലിങ്ങൾ എന്നുള്ള വേചാനാണ് പലപ്പോഴും പല അറബികളിൽ നിന്നും പല കാര്യങ്ങളും നേടിയത് എന്നുള്ളതിനും ചരിത്രരേഖകളുണ്ട്. കാരണം അന്ന് അദ്ദേഹം കടൽ വഴി വരുന്ന സമയത്ത് ആഫ്രിക്കൻ തീരത്ത് ആദ്യം നിലയുറപ്പിക്കുകയും പിന്നീട് പൗരസ്ത്യ ദേശത്തേക്ക് വരാനുള്ള സാഹചര്യമില്ലാതെയിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കോഴിക്കോട് കൊണ്ടുവന്നത് ഇബ്നു മാജിദ് എന്നുള്ള ഒരു ഗുജറാത്തുകാരനായ മുസ്ലിമാണെന്ന് നമുക്ക് ചരിത്രപരമായി രേഖകളിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ചരിത്രത്തിൽ ഒരു വൈപരീത്യമാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അറബികളെ ഉപദ്രവിക്കാൻ വേണ്ടിയുള്ള, പിന്നീട് അവരുടെ നിലനിൽപ്പിന് പോലും ഭീഷണിയായി തീരുന്ന പോർച്ചുഗീസുകാരെ കൊണ്ടുവന്നത് മറ്റൊരു അറബിയായിരുന്നു എന്ന്, അല്ലെങ്കിൽ മറ്റൊരു മുസ്ലിം അറബിയായിരുന്നു എന്നുള്ളത് ഒരു ചരിത്രത്തിലെ ഒരു വൈപരീത്യം തന്നെയാണ്. യൂറോപ്പിൽ ക്രിസ്മസ് മത നവീകരണം നടക്കുന്ന കാലഘട്ടത്തിലാണ് പോർച്ചുഗീസുകാരെ പോലെയുള്ള വൈദേശിക ശക്തികൾ കിഴക്ക് ദേശത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പോപ്പിൻ്റെ ആശീർവാദവും അംഗീകാരവും വേണമായിരുന്നു വാണിജ്യത്തിനെല്ലാം തന്നെ. അതിനുള്ള അനുവാദം വാങ്ങിക്കൊണ്ടായിരുന്നു അവരിവിടെ വന്നിരുന്നത്. മുസ്ലിങ്ങളുമായി വാണിജ്യം നടത്താൻ പാടില്ല എന്നുള്ള പോലെയുള്ള ഒരു രേഖകൾ അല്ലെങ്കിൽ ബുള്ളുകൾ പോപ്പും പോർച്ചുഗീസുകാർക്ക് കൊടുത്തിരുന്നു. മുസ്ലിങ്ങളെ വളരെ നിന്ദയോടെ കാണുക എന്നുള്ള സ്വഭാവം അന്ന് പോർച്ചുഗീസുകാർക്ക് പ്രത്യേകം ഉണ്ടായിരുന്നു. കാരണം സ്പെയിനിൽ പോർച്ചുഗീസുകാരുടെ പതനത്തോട് കൂടിയിട്ട്, പ്രത്യേകിച്ച് കൊർദോബയിലെ പതനത്തോടു കൂടി അവിടെയുള്ള ആളുകൾ മുഴുവനും പിന്നീട് പലായനം ചെയ്യേണ്ട അവസ്ഥ വന്നു. വടക്കൻ ആഫ്രിക്കയിലെ മഗ്രിബ് എന്നുള്ള സ്ഥലത്തും അതേപോലെ ഈജിപ്ത് തുടങ്ങിയ സ്ഥലങ്ങളിലുണ്ടായിരുന്ന അറബികൾക്കെല്ലാം തന്നെ പോർച്ചുഗീസ് വൈദേശിക മുന്നേറ്റങ്ങൾ ഭീഷണിയായിരുന്നു. കാരണം കിഴക്ക് ദേശത്തു നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങൾ മുഴുവനും കൈക്കലാക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ മുഖ്യമായ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവർ നിന്ദ്യമായി വിശേഷിപ്പിച്ച മൂറിഷ് മുസ്ലിംസ്, വളരെ നിന്ദയോടുകൂടിയാണ് ഈ മൂർ എന്നുള്ള വാക്ക് അവർ ഉപയോഗിക്കുന്നത്, ഉണ്ടായിരുന്നു. വാസ്കോഡി ഗാമ മാത്രമല്ല, അതിനുശേഷം വന്ന അൽബുക്കർക്ക് തന്നെ പറയുന്നുണ്ട്, മുസ്ലിങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളൊരു ലക്ഷ്യമാണ്. മക്ക ആക്രമിക്കണം, അതിനുള്ള അവസരം കിട്ടിയെങ്കിൽ ഞാനത് ആക്രമിക്കുമായിരുന്നു. മദീന ആക്രമിച്ച് പ്രവാചകൻ്റെ ശവകുടീരം നശിപ്പിച്ച് എനിക്ക് അവരോട് പകരം വീട്ടണം, ഇങ്ങനെയുള്ള ചില പ്രഖ്യാപനങ്ങൾ അൽബുക്കർക്ക് നടത്തുകയുണ്ടായി.
ഇത് പോർച്ചുഗീസ് ചരിത്രകാരന്മാരായ ഡാൻവേഴ്സും ബാരോസും ഒക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. കുഞ്ഞാലി നാലാമനെ എങ്ങനെ തന്ത്രപൂർവം പിടിക്കുകയും പോർച്ചുഗീസ് കൈകളിലും എത്തിച്ചെന്നുള്ള കാര്യം വളരെ വിശദമായി തന്നെ പല ഗ്രന്ഥങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. ഹുർത്താദോ എന്നുള്ള നാവികൻ അദ്ദേഹത്തെ പിടിക്കുന്നത് കുഞ്ഞാലി തൻ്റെ എക്കാലത്തെയും യജമാനനായ സാമൂതിരിക്ക് ഉടമ്പടി പ്രകാരം ഉടവാൾ അടിയറ വെക്കുന്ന സമയത്തായിരുന്നു. ഒരു പക്ഷേ സാമൂതിരി കുറച്ചുകൂടി വിജിലൻ്റ് ആയിരുന്നുവെങ്കിൽ കുഞ്ഞാലിയെ പിടിച്ചുകൊടുത്ത് അദ്ദേഹത്തിനെ കൊല്ലുന്നതിൽ നിന്ന് പോർച്ചുഗീസുകാരിൽ നിന്ന് കുഞ്ഞാലിയെ രക്ഷിക്കാമായിരുന്നു എന്നുള്ള സൂചനകൾ പല ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം പുരോഹിതന്മാരും ഒക്കെ ഇടപെട്ടുകൊണ്ട് കുഞ്ഞാലിയെ മതപരിവർത്തനം നടത്താൻ വേണ്ടി പരിശ്രമിക്കുകയുണ്ടായി. ഏതായിരുന്നാലും അദ്ദേഹത്തെ ഗോവയിലെ ബാർദയിൽ വെച്ച് മൃഗീയമായി കൊല്ലുകയും തലവെട്ടി കണ്ണൂരിലെ മുസ്ലിങ്ങൾക്ക് ഒരു വാണിംഗ് ആയിട്ട് അയക്കുകയും മറ്റു ഭാഗങ്ങൾ ഛിന്ന ഭിന്നമാക്കി പല ഭാഗങ്ങളിൽ എറിയുകയുമാണ് ചെയ്തത്. ഇത്തരം കടും ക്രൂരത ഒരു നാവിക യോദ്ധാവിനോട് സാധാരണ യുദ്ധ നിയമങ്ങൾക്കനുസരിച്ച് വിരുദ്ധമായുള്ളതാണ്. പക്ഷേ കുഞ്ഞാലിയുടെ പോരാട്ടം ഇവിടെയുള്ള ജനവിഭാഗങ്ങൾക്ക് മുഴുക്കയും ഒരു പാഠമാകേണ്ടതാവുന്നു. അതുമാത്രമല്ല, കുഞ്ഞാലിമാരുടെ ചെറുത്തുനിൽപ്പില്ലായിരുന്നുവെങ്കിൽ മലബാർ തീരം ഇന്ന് ഗോവയിൽ കാണുന്ന പോലെയുള്ള ഒരു വൈദേശിക സമ്മിശ്ര സംസ്കാരത്തിൻ്റെ ഭാഗമായി തീരുമായിരുന്നു. നമ്മുടെ ഭാഷയും സംസ്കാരവും എല്ലാം മാറ്റിമറിച്ചുകൊണ്ടുള്ള മറ്റൊരു സംസ്കാരത്തിന് അടിമപ്പെട്ടു പോകുമായിരുന്നു എന്നുള്ള വസ്തുത കൂടി നാം ഇത്തരുണത്തിൽ ഓർക്കേണ്ടതുണ്ട്.